സിമന്റും വെള്ളവും മലിനജലവും ഒഴുക്കി നശിപ്പിച്ച കണ്ടൽക്കാട് സംരക്ഷിക്കുന്നതിനായി പരിസ്ഥിതി പ്രവർത്തകരും സ്കൂൾ കുട്ടികളും അധ്യാപകരും രംഗത്ത്. കണ്ണൂർ ജില്ലയിലെ വളവട്ടണം പാലത്തിന് സമീപം ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകളാണ് ഭൂമാഫിയയുടെ പുതിയ രീതിയിലുള്ള കയ്യേറ്റം മൂലം നശിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് സിമന്റ് വെള്ളമൊഴിച്ചും കീടനാശിനി ഉപയോഗിച്ചും കണ്ടൽക്കാടിന്റെ വേരുകൾ ഉണക്കി പുതിയ കയ്യേറ്റ ശ്രമത്തിന് ഭൂമാഫിയ ശ്രമം നടത്തിയത്. ഉണങ്ങിയില്ലാതായ ഈ കണ്ടൽക്കാടിന്റെ പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മലബാർ പരിസ്ഥിതി സമിതിയും സ്കൂൾ കുട്ടികളും അധ്യാപകരും ഒന്നിച്ചത്. കരിഞ്ഞു പോയിരിക്കുന്ന ഉണങ്ങിപ്പോയിരിക്കുന്ന ഒരു കണ്ടലിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആവാസ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ജീവന്റെ നിലനിൽപ്പുള്ള ഒരു തുരുത്തിനെയെങ്കിലും ഈ ഭൂമിയിൽ ശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഡയാലിസിന് സമാനമായ പ്രവൃത്തിയാണ് കണ്ടൽക്കാടുകൾ ഭൂമിയിൽ നിർവഹിക്കുന്നത്. ഈ അവബോധം കുട്ടികളിൽ വളർത്താനാണ് ഈ പ്രതിഷേധ കൂട്ടായ്മയിലൂടെ പരിസ്ഥിതി പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത്. എൻ്റെ ആഗ്രഹം മരിച്ചുപോയ കണ്ടൽക്കാടിനെ തിരിച്ചു കൊണ്ടുവരാനാണ്. ഭാവിയിൽ എനിക്കിത് സാധിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇതിനായിട്ട് നല്ലവണ്ണം പോരാടും. ശക്തമായ സമരവുമായി പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോഴും കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതരോ ജില്ലാ ഭരണകൂടമോ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് 18 കണ്ണൂർ.